വീണ്ടും നെക്സ്റ്റ് ടീം വിജയിച്ചിരിക്കുകയാണ്. അതായത് ജാസ്മിന്റെ ടീം. അവർക്ക് തന്നെ ആയിരിക്കും മിക്കവാറും ബോണസ് കിട്ടാൻ പോകുന്നത്. കാര്യം അവരുടെ ടീം വളരെ ശക്തരാണ്. അത് മാത്രമല്ല ഇനി ഒന്നോ രണ്ടോ ടാസ്കും കൂടെ ഉണ്ടാവത്തുള്ളൂ. അതോടുകൂടി ഇത് അവസാനിക്കും. നല്ല പോയിന്റിന് ലീഡുണ്ട്. 16 പോയിന്റാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് നേടാൻ പോകുന്നത് ജാസ്മിനും അർജുനും അഭിഷേകിനും ഋഷിക്കും ആയിരിക്കും. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ കട്ടപ്പെട്ട ടാസ്ക്കാണ്. 2 പേരെ കളിക്കാവൂ, ബാക്കി എല്ലാവരും ജഡ്ജസ് ആണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പേരൊക്കെ കമന്റ് സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു ഡെൻ ടീമിനോട് അത് ഒരു അനീതിയാണ്, ഒന്നെങ്കിൽ ടീം മാറ്റണമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു ജഡ്ജ് ഇല്ല. അതാണ് സംഭവം. അപ്പോൾ ആ ജഡ്ജ് അവരെ എന്തായാലും ടാർഗറ്റ് ചെയ്യും. കാര്യം അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരു ജഡ്ജ് ഇല്ല എന്ന് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്കറിയത്തില്ല. എന്തായിരുന്നാലും അവർ ഫൗള് എല്ലാവരും കളിച്ചിട്ടുണ്ട്. ആ ഫൗളിന് വേണ്ടിയിട്ട് അവർക്ക് കട്ട റിമൂവ് ചെയ്തിട്ടുണ്ട്. 2 ഘട്ടമാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഘട്ടം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കട്ട ആദ്യം ബ്ലോക്സ് കളക്ട് ചെയ്യുക. രണ്ടാമത്തെ ഘട്ടം ബസറടിക്കുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറണം. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിൽ കൈമാറണം. അവിടെയൊക്കെയാണ് ഗെയിം വരുന്നത്. കറക്റ്റ് രീതിയിൽ ഒരാൾ റെഡ് എടുക്കുമ്പോൾ അടുത്ത ആൾ നീല കൊടുത്തിരിക്കണം. കറക്റ്റ് രീതിയിൽ കൈമാറണം. അപ്പോൾ ഇവർ ചെയ്യേണ്ടിരുന്നത് ഓരോ ജഡ്ജസിനെ ഓരോ ടീമിൻ്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തണമായിരുന്നു. പക്ഷെ അവർ നോക്കിയിട്ടുണ്ട്. എന്നാലും ചിലതൊക്കെ വിട്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ, പലതും. അതായത് എന്നിട്ട് ഏറ്റവും കൂടുതൽ കട്ടകൾ കൈമാറിയ ടീമാണ് ജയിക്കുന്നത്. അപ്പോൾ ഡെന്നിൽ നിന്ന് ജിൻഡോയും നന്ദനയും, ഈ ഡെന്നിൽ നിന്ന് ജഡ്ജസ് ഇല്ല. നെക്സ്റ്റിൽ നിന്ന് അഭിഷേകും ഋഷിയും ജഡ്ജസ്. ബാക്കിയുള്ള ആരാണ് ജഡ്ജസ്? അതായത് ജാസ്മിനും അർജുനും. പീപ്പിളിൽ നിന്ന് ശ്രീതുവും നോറയും അൻസിബയാണ് ജഡ്ജ്. ടണലിൽ നിന്ന് സായി അപ്സരയും. അപ്പോൾ ജഡ്ജസ് അൻസിബ, സിജോ, അർജുൻ, ജാസ്മിൻ, ഇത്രയും പേരാണുള്ളത്. ആദ്യത്തെ ബസർ കട്ടകൾ ശേഖരിക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും റെഡിയായി നിൽക്കുന്നു. നന്ദന ഇവിടെ പാവാടയിലൊക്കെ എടുക്കുന്നുണ്ട് കട്ടകൾ. ശ്രീതു ജാക്കറ്റിനകത്തും എടുക്കുന്നുണ്ട്. ബസർ അടിച്ചു, എല്ലാവരും ഓടിപ്പോയി എടുക്കുന്നുണ്ട്. എല്ലാവരും കളക്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് അടുത്ത ബസറിന് സമയമുണ്ട്. അടുത്ത ബസറിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കൈമാറി കളിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദനയുടേത് എക്സ്ട്രാ ചുവപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ കണ്ടതാണ്, കാണിക്കുന്നതേ കാണാൻ പറ്റൂ. ജിൻഡോ അവിടെ നീല കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നന്ദന അവിടെ റെഡ് മാത്രം എടുക്കുന്നതായിട്ടും കാണാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഫൗള്, എന്നിട്ട് ഇവർ ഈ ഫൗള് ഈ റെഡ് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അത് ഒന്നും കൂടി കൈമാറുന്നുണ്ട്. അപ്പം ടോട്ടലി ഒരു ഫൗള് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കൈമാറിയാലും ആദ്യത്തെ ഫൗള് മാറ്റി വെച്ചാലും ഇവർ പിന്നെയും കൈമാറി കഴിഞ്ഞാൽ ഇവർ ഫൗള് എണ്ണി വെച്ചിട്ടുണ്ട് ജഡ്ജസ്. അങ്ങനെ ഇവർ ഗെയിം കളിക്കുന്നുണ്ട്. ജഡ്ജസ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ചിലവർ സായിയുടെ ടീമാണ്. എല്ലാവരുടെ ടീമിലും ഇവർ കളിക്കുന്ന രീതിയിൽ ഫൗൾ പ്ലേ വരുന്നുണ്ട്. ഫൗൾ പ്ലേ എന്ന് പറഞ്ഞാൽ ചിലത് ടൈമിങ്ങിലില്ല, ചിലവർ ആദ്യം റെഡ് ഇടും, അങ്ങനെയൊക്കെ. പിന്നെ ഋഷിയുടെയും ഇതിനകത്ത് മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫൗൾ കുറവായിട്ടുള്ളത് ജഡ്ജസ് പറയുന്നത്. ജഡ്ജസ് കണ്ടേക്കുന്ന അവരുടെ മാത്രമാണ്. ഒരെണ്ണം മാത്രമേ അവർക്ക് ഫൗള് വരുന്നുള്ളൂ. അതേപോലെ തന്നെ പീപ്പിൾസ് ടീമിൻ്റെ ഫൗളും അവരെടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത് ഇപ്രാവശ്യം നെസ്റ്റിനാണ്, 44 എണ്ണം. ഋഷിയുടെ ടീം നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. എനിക്ക് ഇതിൻ്റെ കാഴ്ച വെച്ചിട്ടാണ് 44 എണ്ണമാണ് അവരുടെ പോയിൻറ്റ്സ്. അപ്പോൾ അവർക്ക് ടോട്ടൽ 13 പോയിന്റ് കിട്ടി. 13 പോയിന്റ് ഉണ്ട് ഇതുവരെയുള്ളത്. ലീഡ് ചെയ്തതാണ് അവർ. ഈ പോയിന്റും കൂടെ ചേർത്ത് 3 പോയിന്റാണ് എക്സ്ട്രാ. അപ്പം 13 + 3 16 പോയിന്റ് അവർ ലീഡാണ് കേട്ടോ. അടുത്ത സെക്കൻഡ് പ്ലേസ് വന്നേക്കുന്നത് ജിൻഡോയുടെ ടീമാണ്. 36 എണ്ണമാണ് അവർ കൈമാറിയത്. അവർക്ക് ഓൾറെഡി 10 പോയിന്റാണ് ഉള്ളത്. 10 പോയിന്റേ ഉള്ളൂ. അങ്ങനെ 12 പോയിന്റ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ടണൽ ടീമാണ് മൂന്നാമത്. 33 പോയിന്റ്സ് അവർക്ക്. 33 എണ്ണം അവർ കൈമാറിയിട്ടുണ്ട്. 12 പോയിന്റ്സാണ് അവർക്കുള്ളത്. അവർക്ക് 13 പോയിന്റ്സ്. അവർ രണ്ടാമത് നിൽക്കുകയാണ്. ഏറ്റവും താഴെ നിൽക്കുന്ന പീപ്പിൾസ് ടീമാണ്. അവർക്ക് ഒരെണ്ണം കൂടെ കൊടുത്തിരുന്നെങ്കിൽ അവരും തേർഡ് ആയേനെ. 32 എണ്ണം അവർ കൈമാറിയിട്ടുണ്ട്. 6 പോയിന്റ് അവർക്കുള്ളത്. ഇപ്പോൾ 0 പോയിന്റ്. അങ്ങനെ 6 പോയിന്റ് അവർക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ ലീഡ് ചെയ്ത് നിൽക്കുന്നത് ജാസ്മിൻ്റെ ടീമായ 16 പോയിന്റ്. നെക്സ്റ്റ് ടീമാണ്. ഇനി കൂടിപ്പോയാൽ ഇന്നൊരു മാച്ച് കിടക്കും. തേഴ്സ്ഡേ ആയ ഇന്നൊരു ടാസ്ക് കിടക്കും. ഫ്രൈഡേ ടാസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കാര്യം ഇനി അടുത്ത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കണം. അതേപോലെ തന്നെ ജയിലുണ്ടാകും. അതൊക്കെ ഉണ്ടാവും ഫ്രൈഡേ. അപ്പോൾ ഉണ്ടാവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ 2 അല്ലെങ്കിൽ 1 മാച്ച്, 1 or 2 മാച്ച് ഉണ്ടാവും. അതിനകത്ത് എത്ര ശ്രമിച്ചാലും നെക്സ്റ്റ് രണ്ടാമത് എത്തിക്കഴിഞ്ഞാൽ പോലും നെക്സ്റ്റിനെ മറികടക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. പോയിന്റിൽ 16 പോയിന്റ് അവർക്കുണ്ട്. 13 പോയിന്റിലാണ് ടണൽ നിൽക്കുന്നത്. 12 പോയിന്റാണ് ഡെന്ന് നിൽക്കുന്നത്. ഇവർക്കിത് ക്രോസ് ചെയ്യാൻ പറ്റും. ടണലിന് ചിലപ്പോൾ ക്രോസ് ചെയ്യാൻ പറ്റും. ടണലിൽ ചിലപ്പോൾ 2 എണ്ണം ജയിക്കണം. അടുത്ത 2 മാച്ച് ടണൽ ജയിക്കേണ്ടി വരും. നെക്സ്റ്റ് ഏറ്റവും താഴെ പോവേണ്ടിയും വരും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഏറ്റവും വീക്കായിരിക്കണം. ഓൾറെഡി അവരുടെ ടീം നല്ല സ്ട്രോങ് ആണ്. ഋഷിയുണ്ട്, അർജുനുണ്ട്, അഭിഷേകുണ്ട്, ജാസ്മിനുണ്ട്. എല്ലാവരും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ടാസ്ക് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ ലീഡ് ചെയ്യും. അവർക്ക് തന്നെ ആയിരിക്കും ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിന്റ് കിട്ടുക.
ഓക്കെ, അപ്പോൾ അതാണ് ചാൻസ്. നിങ്ങൾ എന്താ പറയുന്നത്? അഭിപ്രായം പറയുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.